സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വിലയില്ലേ? പക്ഷെ ഇത്രമാത്രം ഹൈപ്പ് കൊടുക്കുന്ന ഈ സ്വർണം ഭൂമിയുടെ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഭൂമിയിൽ എങ്ങനെ സ്വർണം വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? സ്വർണത്തിനോടുള്ള ജനങ്ങളുടെ പ്രിയം ഇന്നും ഇന്നലെയും വന്നതൊന്നുമല്ല. ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഈജിപ്തിലെ ഫറോവന്മാരുടെ ശവകുടീരങ്ങളിലുള്ള സ്വർണം കൊണ്ടുള്ള വസ്തുക്കൾ. പക്ഷെ ഇപ്പോഴും കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഭൂമിയിൽ ചിലയിടങ്ങളിലായിട്ട് മാത്രം കേന്ദ്രീകരിച്ച് സ്വർണം ഉണ്ടായത് എന്നുള്ളത്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയായിട്ടുള്ള ഭൂവൽക്കലത്തിലാണ്, അതായത് ക്രസ്റ്റിലാണ് സ്വർണം കാണപ്പെടുന്നത്. 0 മുതൽ 40 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന ബാഹ്യപാളിയാണ് ഇത്. 2 ന്യൂട്രോൺ നക്ഷത്രങ്ങൾ കൂട്ടിയിടയിൽ നിന്നാണ് പ്രപഞ്ചത്തിൽ സ്വർണം രൂപപ്പെടുന്നതെന്നാണ് നിലവിലെ നിഗമനം. 150 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെടുമ്പോൾ തന്നെ അവിടെ സ്വർണം ഉണ്ടായിരുന്നു എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഭൂമി ആ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു. ഘനമൂലകമായതിനാൽ തന്നെ ഉരുകിയ നിലയിൽ സ്വർണം ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോവുകയും ചെയ്തു. ഭൂമിയുടെ ഏറ്റവും അടിയിലായിരുന്നു ഈ സ്വർണം ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെ ഇവ ബാഹ്യപാളിയിലേക്ക് വന്നു എന്നതാണ് ചോദ്യം. ഇതിൽ നിന്നൊക്കെ ചെന്നെത്തിയ ഉത്തരം എന്താന്ന് വെച്ചാൽ 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചിഹ്നഗ്രഹങ്ങൾ തുടരെ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രതിഭാസത്തെ തുടർന്നിട്ടാണ് ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും സ്വർണം ഉൾപ്പെടെ മാന്റിലേയും ഭൂവൽക്കത്തിലേക്കും ഒക്കെ എത്തുന്നത്. അങ്ങനെ എത്തപ്പെട്ട സ്വർണമാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കുന്നത്.